വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ +2 അക്കൗണ്ടൻസിയുടെ പാഠഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ പാർട്ട് 1 അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി. എന്താണ് ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ഓർഗനൈസേഷൻ? എൻറ്റിറ്റി or organization or a business that has its own separate legal existence and financial existence. ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരു സെപ്പറേറ്റ് ലീഗൽ നിയമപരമായ അല്ലെങ്കിൽ സാമ്പത്തികമായ നിലനിൽപ്പുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇവിടെ പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്. ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന ചില മേഖലകളെ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തു പറയുക, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉദാഹരണങ്ങൾ അതിന് പറയാനായിട്ട് സാധിക്കും. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഒത്തിരി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ആലോചിച്ച് നോക്കുക, സേവനത്തിന് മാത്രമായി പ്രവർത്തിക്കുന്ന ഏതെല്ലാം സ്ഥാപനങ്ങൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം റെഡ് ക്രോസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്. ഇവിടെയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സേവനങ്ങളാണ്, അല്ലേ? അപ്പോൾ സേവനത്തിന് മാത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവ. ഇനി നമുക്ക് നോക്കാം എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്നുള്ളത്. നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ബിസിനസ് പ്രവർത്തനത്തിന് പ്രവർത്തിക്കാത്ത, എൻഗേജ് ചെയ്യാത്ത സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുക, നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റിയിൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണാം. നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ സ്കൂൾസ്, പിന്നെ റെഡ് ക്രോസ്. ദേ ആർ പ്രൊവൈഡിങ് സർവീസസ് ടു ദ പീപ്പിൾ വിത്തൗട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കലല്ല, മറിച്ച് എന്താണ്, സേവനമാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്കറിയാം. സ്പോർട്സ് ക്ലബ്ബ്, സോഷ്യൽ ഓർഗനൈസേഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫഷണൽ ബോഡീസ്, ലൈബ്രറി. ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം, അവരെന്തിനു വേണ്ടി, എന്തെല്ലാം സേവനങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരെല്ലാം പ്രവർത്തിക്കുന്നത് ലാഭത്തിന് വേണ്ടിയാണോ? അപ്പോൾ നമുക്കിതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ലാഭത്തിനല്ല, മറിച്ച് എന്തിനാണ്, സേവനത്തിന് വേണ്ടി മാത്രമാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സ്പോർട്സ് ഗുഡ്സിൻ്റെ ഒരു ഷോപ്പ് നടത്തുകയാണ്. അവർ ആ ഷോപ്പ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ച് അവർ സ്പോർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് some non-profit entities may undertake trading activities to generate income for their working fund. അവരുടേതായിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ട്, വർക്ക് ചെയ്യാനുള്ള ഫണ്ട്, ആ ഒരു ഫേം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള ഫണ്ടിന് വേണ്ടി അവർ തന്നെ എന്ത് ചെയ്യുന്നു, ഈ സ്പോർട്സിൻ്റെ ഗുഡ്സ് അവർ വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് ക്ലബ്ബ് നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയും
കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം നമുക്ക് മോട്ടീവ്. നമുക്ക് ഇതിന് രണ്ടിൻ്റെയും മോട്ടീവ് നോക്കാം. മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്യമാണ്. കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റാണ്, ലാഭം ഉണ്ടാക്കലാണ് അവരുടെ മോട്ടീവ്. നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? സർവീസാണ്, സേവനമാണ് നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് സ്റ്റാറ്റസ്. അവരുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടുപോകുന്നത് ആരായിരിക്കും? ഓണേഴ്സ്, ഉടമസ്ഥരാവാം, പ്രൊപ്രൈറ്റർ ആവാം. ഓക്കെ, ഉടമസ്ഥരോ പ്രൊപ്രൈറ്റർ ആവാം അതിലത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയിൽ ആരായിരിക്കും? അവിടെ മെമ്പേഴ്സാണ്, സബ്സ്ക്രൈബേഴ്സാണ്. അതിലുള്ള ഓരോ അംഗങ്ങളുമാണ് അവിടുത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബിസിനസ് എൻറ്റിറ്റിയിൽ സ്റ്റാറ്റസ് ഒരു ഓണറോ പ്രൊപ്രൈറ്ററോ ആകാം. നോൺ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റിയിൽ ആരാണ്? മെമ്പേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ആകാം. അടുത്തത് മൂന്നാമത്തെ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്. നമുക്കിതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ്, വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ്, ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത് തുല്യമായി എന്ത് ചെയ്യും? ഓണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അവിടെയുള്ള ഉടമസ്ഥര് തുല്യമായി അത് ഭാഗിച്ചെടുക്കും. എന്നാൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരിക്കലും അതിലെ മെമ്പേഴ്സ് അതിലത്തെ ഫണ്ട് എന്തെടുക്കില്ല? വിഹിതമായിട്ട് കൊണ്ടുപോകാറില്ല. അവർ ഒരിക്കലും അത് മെമ്പേഴ്സിന് വിതരണം ചെയ്യാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മളതിൻ്റെ ഒരു അടുത്ത വ്യത്യാസമായിട്ട് പറയുന്നത് റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ്. റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആവാം, ലാഭമോ നഷ്ടമോ ആകാം. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താവാം? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ആ രണ്ട് ടേമാണ്. സർപ്ലസ് എന്ന് പറയുന്നതും എന്താണ്? നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന അധികമായിട്ടുള്ള തുക, സർപ്ലസ്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന രണ്ട് ടേം എങ്ങനെയാണ്? സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ്. ബിസിനസ് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അവരുടെ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓർ ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയാണ് ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഓർത്ത് വയ്ക്കുക, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, അങ്ങനെ 3 അക്കൗണ്ടുകളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ. ഒന്നുകൂടി ഞാൻ പറയുകയാണ്: റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നമുക്കിനി അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനിൽ എക്രൂവൽ സിസ്റ്റത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് എല്ലാം എന്താണ്? എക്രൂവൽ സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എക്രൂവൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എക്രൂവൽ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് റിസീവ് ചെയ്തില്ലെങ്കിലും നമ്മളത് കിട്ടിയതായിട്ട് കാണിക്കുന്നു. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ 2 തരത്തിൽ ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടും കിട്ടും, എക്രൂവൽ സിസ്റ്റത്തിലും അവർ ഈ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ക്യാഷ് ആയിട്ടും സ്വീകരിക്കും, എക്രൂവൽ ആയിട്ടും സ്വീകരിക്കുന്നുണ്ട്. പുറത്ത് വയ്ക്കുക, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനിൽ എക്രൂവൽ സിസ്റ്റമാണ്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്താണ്? ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ക്യാഷ് വേഴ്സസ് എക്രൂവൽ സിസ്റ്റമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറൻസസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കിതിൻ്റെ ഒരു
ഒരുമിച്ച് നമുക്കൊന്ന് കാണാം. ഈ ഡിഫറൻസസിനെ നമുക്ക് ഒരുമിച്ചൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബേസിസ് ആദ്യത്തെ നമ്മൾ പറഞ്ഞത് മോട്ടീവ് എന്നായിരുന്നു. എന്താണ് അടിസ്ഥാനം? മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിൽ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി അതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഏൺ പ്രോഫിറ്റ് ആയിരുന്നു. നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയുടെ മോട്ടീവോ ടു റെൻഡർ സർവീസ്, അതായത് സേവനം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ആദ്യത്തെ ബേസിസ്, മോട്ടീവ്. രണ്ടാമത്തെ ബേസിസ് സ്റ്റാറ്റസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ ആണ് അവിടെ സ്റ്റാറ്റസ്, ഉടമസ്ഥർ ആണ് അവിടെ സ്റ്റാറ്റസ് ആയിട്ട് വരുന്നത്. മറിച്ച് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്താണ് വരുന്നത്? നോട്ട് സബ്സ്ക്രൈബേഴ്സ് ഓർ മെമ്പേഴ്സ് ആണ്. ആരാണ്? സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണ്. മൂന്നാമത്തെ ബേസിസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. വിതരണം എങ്ങനെയാണ് ചെയ്യുന്നത്? എമംഗ് ദ ഓണേഴ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നത്. ഓണേഴ്സിന് ആ കിട്ടുന്ന ലാഭം എന്ത് ചെയ്യുന്നു? ഓണേഴ്സ് വിതരണം അല്ലെങ്കിൽ ഓണേഴ്സാണ് പങ്കിട്ടെടുക്കുന്നത്. നോട്ട് പ്രോഫിറ്റ് എൻറ്റിറ്റിയിൽ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എനി വൺ, ആർക്കും അവരെ എന്ത് ചെയ്യുന്നില്ല? ആ കിട്ടുന്ന മിച്ചം വരുന്ന തുക ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. നാലാമത്തെ ബേസിസ് പറഞ്ഞത് റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസ് എന്നായിരുന്നു. പ്രോഫിറ്റ് ഓർ ലോസ് ഐദർ വിഡ്രോൺ ഓർ റിട്ടേൺഡ് ഇൻ ദ ബിസിനസ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് അവിടുത്തെ റിസൾട്ട്, ലാഭം അല്ലെങ്കിൽ നഷ്ടം. മറിച്ച് നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയിലോ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്, വിച്ച് കനോട്ട് ബി വിഡ്രോൺ ബൈ ദ മെമ്പേഴ്സ്. അതൊരിക്കലും മെമ്പേഴ്സിന് വിഡ്രോൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയിൽ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ലാസ്റ്റ് ബേസിസ് എന്തായിരുന്നു? അക്കൗണ്ടിങ് സിസ്റ്റം ആയിരുന്നു. അക്കൗണ്ടിങ് സിസ്റ്റം എക്രൂവൽ സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് പ്രോഫിറ്റ് ഓർഗനൈസേഷനെയാണ് ഇതൊക്കെ പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്താണ് എൻറ്റിറ്റി? എന്താണ് അക്കൗണ്ടിങ് സിസ്റ്റം? ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്യാഷും വരുന്നുണ്ട്, എക്രൂവൽ സിസ്റ്റം വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണ് ഇതിൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടത് ഏതായിരുന്നു? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനെ എന്താണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ മീനിങ് പറഞ്ഞു, അവരെന്തെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബിസിനസ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഓരോ ക്ലാസ്സിലുമുള്ള നോട്ട്സ് ഞാൻ വീണ്ടും പറയുകയാണ്. കൃത്യമായി എഴുതി അത് നമ്മുടെ ക്ലാസ്സിനൊപ്പം തന്നെ പഠിച്ചു പോവുക. സബ്മിറ്റ് ചെയ്യണം. നോട്ടുകൾ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ഡേറ്റുകളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. കൃത്യമായി പഠിച്ചു പോവുക. അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുക. നമ്മളിങ്ങനൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ സ്കൂളിൽ ഫോളോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിലും ഫോളോ ചെയ്ത് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.